തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM-നെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചു ടി.കെ. ഗോവിന്ദൻ. കഴിഞ്ഞ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടിങ്ങനെ പരാജയമുണ്ടായി? ജനാധിപത്യം അംഗീകരിക്കാത്ത അന്ധത ബാധിച്ച നേതൃത്വമാണ് CPM-ന്റേത്. താഴെത്തട്ടിലുള്ള ചർച്ചകൾ കേൾക്കാൻ നേതൃത്വം തയ്യാറായില്ല. അടിസ്ഥാന വർഗത്തെ മറന്നതാണ് തോൽവിക്ക് കാരണം. ന്യൂനപക്ഷ വർഗീയത ഉറഞ്ഞുതുള്ളിയെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നു. അതാണോ വസ്തുതയെന്നും ടി.കെ. ഗോവിന്ദൻ ചോദിക്കുന്നു. എന്തുകൊണ്ട് തോറ്റു? എവിടെയാണ് വോട്ട് ചോർച്ച? അപ്പോഴാണ് ചില വിദഗ്ധന്മാർ പറയുന്നത് പള്ളിയിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടതെന്നാണ്. അവിടെ ന്യൂനപക്ഷ വർഗീയത ഉറഞ്ഞുതുള്ളലാണ് ഉണ്ടായതെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. വസ്തു അതാണോ? കമ്മ്യൂണിസ്റ്റുകാരാണ് സാർ കമ്മ്യൂണിസ്റ്റുകാരുടെ CPM-നെതിരായി വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് വോട്ട് ചെയ്തു? നിങ്ങളുടെ സമീപനമാണ് സാർ. തിരുത്തണം. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 35 സീറ്റിലേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷം ഒതുങ്ങി? അധികാരത്തിന്റെ അന്ധത ബാധിച്ച ഒരു നേതൃത്വം അതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കടയുന്ന ചർച്ചകൾക്ക് കേൾക്കാൻ അവര് പരിഗണിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന്. വിജിൻ, എന്താണ് തളിപ്പറമ്പ് MLA ഈ CPIM-നോട് പറയുന്നത്? CPM-നെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ടി.കെ. ഗോവിന്ദൻ നടത്തുന്നത് എന്നുള്ളതാണ്. മുൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് തലപ്പറമ്പിലെ MLA ടി.കെ. ഗോവിന്ദൻ. അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുത്ത് CPM ഒരു കാരണവശാലും നന്നാകാൻ പോകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് നന്ദിപ്രമേയ ചർച്ചയിൽ ഓരോ വിഷയവും അവതരിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് CPM-ന്റെ പ്രധാന സ്ഥലങ്ങളിൽ, മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു, പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു പയ്യന്നൂര്. ആ പയ്യന്നൂരിലാണ് CPM പരാജയപ്പെട്ടത്. ഒപ്പം തന്നെ തളിപ്പറമ്പ് രക്തസാക്ഷികളുടെ നാടാണ്, അവിടെയും പരാജയപ്പെട്ടു. CPM അംഗങ്ങൾ തന്നെയാണ് CPM-നെ തോൽപ്പിക്കാനായി രംഗത്തെത്തിയത് എന്നുള്ളതാണ്. കണ്ണൂരിലെ തളിപ്പറമ്പിലെ തോൽവിയിൽ അവിടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലായി CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞത് അവിടെ പള്ളിയിൽ നിന്നുള്ള നിർദ്ദേശം അത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തോൽവിക്ക് ഒരു പ്രധാന കാരണമായി മാറിയത്. ഒപ്പം തന്നെ വർഗീയത ഉറഞ്ഞുതുള്ളിയ തെരഞ്ഞെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് CPM-ന് പരാജയമേറ്റതെന്നാണ്. ശരിയായ നിലയിലുള്ള പരിശോധനയ്ക്ക് പോലും CPM തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനമാണ് നിലവിൽ നിയമസഭയിലും ടി.കെ. ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. CPM-കാരാണ് CPM-നെതിരായി വോട്ട് ചെയ്തത്. ഒപ്പം തന്നെ അന്ധത ബാധിച്ച നേതൃത്വമായിരുന്നു CPM-നുള്ള ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സമീപനത്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. കഴിഞ്ഞ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായത് എന്ന ചോദ്യവും ടി.കെ. ഗോവിന്ദൻ നടത്തി. ജനാധിപത്യം CPM അംഗീകരിക്കുന്നില്ല. അന്ധത ബാധിച്ച നേതൃത്വം മാറാതെ ഒരു തരത്തിലും CPM-ന് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഈ പാഠം പഠിക്കാൻ CPM തയ്യാറാകുന്നില്ല. അടിസ്ഥാന വർഗത്തെ മറന്ന് പ്രവർത്തിച്ചതാണ് പരാജയത്തിന്റെ മറ്റൊരു കാരണമെന്നും നിയമസഭയിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം തുറന്നെടുക്കുകയാണ് CPM-നെതിരെ. എന്തായാലും CPM-ൽ നിന്ന് വിട്ടുവന്ന കുഞ്ഞികൃഷ്ണൻ, ഒപ്പം തന്നെ ടി.കെ. ഗോവിന്ദൻ, G. സുധാകരൻ എന്നിവർ ഉള്ള നിയമസഭ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം G. സുധാകരൻ തന്നെ അതിരൂക്ഷമായ വിമർശനം CPM-നെതിരെ നടത്തിയിരുന്നു. അങ്ങനെ CPM-ന്റെ പ്രധാനപ്പെട്ട ആയിരുന്നവർ അവർ UDF പക്ഷത്തേക്ക് മാറുകയും സ്വതന്ത്രരായി വിജയിക്കുകയും ഒക്കെ ചെയ്ത ശേഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ CPM-നെതിരെ നിശ്ചിത വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകിയത്.